ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ ഫുള്ളായിട്ടൊന്നുമില്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഏകദേശം എല്ലാ പണികളും ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് വിചാരിച്ചതൊരു വീഡിയോ എടുക്കാമെന്നുള്ളത്. അപ്പോൾ അടുക്കളയിലുള്ള ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി കൊട്ടി വിരിച്ചിട്ടു. പിന്നെ മോളെണീക്കുമ്പോഴത്തേനും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ചായ കൊടുത്തു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോകാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. അപ്പോൾ ഒന്നും കുട്ടി നീച്ചിക്കണേ. അപ്പോൾ പിന്നെ ഓക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. റാഗിയാണ് കേട്ടോ രാവിലെ കൊടുക്കണേ. അപ്പോൾ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒക്കെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള എന്താ പറയുക ശർക്കര പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് മിക്സാക്കി ഒക്കെയുള്ള ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ കളിക്കാൻ വേണ്ടി കിടത്തിട്ടോ. പിന്നെ ഞാൻ അടിച്ചുവരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നെങ്കിൽ പോലും ഇവിടെ ഒന്ന് തുടക്കാണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടു. പിന്നെ അവളെ കുളിപ്പിച്ചു. പിന്നെ അവളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ലോഷനും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുളി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ അവളെ കിടത്തി ഉറക്കി എന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ. അപ്പോൾ പിന്നെ അടുക്കളയിൽ പോയിട്ട് ഓക്ക് ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ച് വേഗം തന്നെ പോയി കുളിയൊക്കെ കഴിച്ചു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഇക്ക വിളിച്ച് പറഞ്ഞത് ഞാൻ ഇപ്പോൾ വരില്ല, കുറച്ച് നേരം വെക്കും, അപ്പോൾ ഈ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ഓക്ക് ഉച്ചക്കുള്ള കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ മുരിങ്ങയില ഇല്ല. അപ്പോൾ മുരിങ്ങയില ഒടിച്ച് വന്ന് മുരിങ്ങയില പിന്നെ ചെറിയരി പൊടിയരി കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൊടിയരി കഴുകിയിട്ടു. പിന്നെ കുറച്ച് ബീട്രൂട്ടും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി ഇട്ടു ഗ്യാസില്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഇട്ടു. വേവിക്കാൻ വെച്ചപ്പോൾ ഇതിന് 37 നീച്ചിക്കണം. അപ്പോൾ പിന്നെ ബാക്കി അലക്കി കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ ഓളെ കഞ്ഞിയൊക്കെ വെന്തു. അതൊക്കെ വീടെടുക്കാൻ ഞാൻ മറന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഓളെ വെച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യേണ്ട വിചാരിച്ചിട്ട് എടുത്തില്ല. പിന്നെ ഫുഡൊക്കെ കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞ് ഓളെ ഉറക്കി. അത് കഴിഞ്ഞാലുള്ള പരിപാടിയാണ് ജിമ്മിക്ക് പോകാമെന്നുള്ളത്. പിന്നെ ഇക്ക വന്നു, ഞങ്ങൾ ജിമ്മിക്ക് പോയി. വെറുതെ ഇട്ടിട്ടാണ് പോയെങ്കിലും വണ്ടിയിൽ നിന്ന് തന്നെ ഊരിട്ടോ. എന്താണ് കേട്ടോ ഇപ്പോൾ ഡ്രസ്സിട്ട് അങ്ങനെ ജിമ്മിലെത്തി. നോക്കുമ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ ഇക്കാനെ കാണാനല്ല, അതാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. പിന്നെ ജിമ്മിലെത്തി ഒരു 6 മണി 6:30 വരെയെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വൈകുന്നേരത്തെ വരെയുള്ളൊരു വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്തായാലും. ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ എനിക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാനൊരു മോട്ടിവേറ്റ് ഉണ്ടാവുള്ളൂ. അടുത്ത വീഡിയോ